അത്യാർത്തി മരുമകൾ വിമലയുടെ ട്രീറ്റ്മെന്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ, വിമല അമ്മയുടെ അനുമതിയോടുകൂടി മാന്ത്രിക ടിവിയിൽ നിന്നും വിമല പാമ്പിനെ വരുത്തിച്ച് തന്റെ സഹോദരി കമലയെ പേടിപ്പിച്ചത്. പിന്നെ വിമലയെ ഭൂതം എങ്ങനെ പേടിപ്പിച്ചു എന്നും. ഹാളിൽ ഇരുന്നു കൊണ്ട് TV കണ്ടോണ്ടിരുന്ന അമ്മായിയമ്മ തന്റെ 2 മരുമകളെയും വിളിപ്പിച്ചു. രണ്ടുപേരും അമ്മായിയമ്മയുടെ അടുത്തെത്തി. പറയൂ അമ്മേ, എന്തിനാ വിളിച്ചേ? ആഹാ, കണ്ടില്ലേ എന്താ ചോദിക്കുന്നെന്ന്. എന്താണെങ്കിലും നിനക്ക് നല്ലത് തന്നെയായിരിക്കും. അത് പിന്നെ നിങ്ങൾക്ക് ഈ വാർത്ത കേൾക്കുന്നുണ്ടോ അതോ ഇല്ലയോ? കട്രീന വൈറസ് ഈ ലോകത്തെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അമ്മേ, ഞാനും കേട്ടതാ. ഈ വൈറസ് ആര് തന്നെയാണെങ്കിലും ഞാൻ അതിനെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഞാൻ റാണിയെ പോലെ ഭരിക്കും. ശരിയാ അമ്മേ. ഹാ, ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവള് കേട്ടുകൊണ്ടിരിക്കും. ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മായിയമ്മ മരുമോളും. അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ കൈ മൂക്കിലും കണ്ണിലും ഒന്നും വെക്കരുത്, മനസ്സിലായോ? ആ അമ്മേ, എനിക്ക് മനസ്സിലായി. അതും പറഞ്ഞ് കമല റൂമിലേക്ക് പോയി. വിമല അവിടെ തന്നെ നിന്നു. എന്തു പറ്റി? എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അവൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഭാഗ്യം കിട്ടവള. എന്ത് ചെയ്താലും അത് നേരെ തിരിഞ്ഞ് എന്റെ തലയിൽ തന്നെ വന്നു വീഴും. ഈ പ്രാവശ്യം അങ്ങനെയൊന്നും പറ്റില്ല. നല്ലപോലെ പ്ലാൻ ചെയ്ത് ഈ ജാക്ക് പോട്ട് എങ്ങനെയെങ്കിലും അടിച്ചെടുക്കണം. എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? ഒന്നുമില്ല. എന്നാ അമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. ശരി, എന്നാ വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ട്. എന്നാ ഞാൻ പോവാ. ഞാൻ പറഞ്ഞത് നീ വല്ലതും കേട്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണമ്മേ. ആ കട്രീന വൈറസിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാ. എന്നാ ശരി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അവിടെ പോയി ആൾക്കാരെ കെട്ടിപ്പിടിക്കാനോ കൈയൊന്നും കൊടുക്കരുത്. നീ മാസ്ക് ഇടാൻ മറക്കരുത്. പിന്നെ അകലം പാലിച്ചു വേണം ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ. എല്ലാം ശരിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഫംഗ്ഷനിൽ എന്തുകൊണ്ട് പറ്റൂടാ? ഞാനിങ്ങനെ വീട്ടിലിരുന്ന് എല്ലാം ശരിയാകുന്ന വിചാരം എന്ന് ആലോചിച്ച് അകത്തേക്ക് പോയി. പിറ്റേ ദിവസം വെളുപ്പിന് അവളുടെ മുറിയിൽ നിന്നും പുറത്തു വന്നിട്ട്, അമ്മേ, എനിക്ക് നല്ല ചുമയും പനിയും ഉണ്ട്. അമ്മ ഇന്നലെ എന്നോട് ഫംഗ്ഷന് പോകണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അമ്മയുടെ വാക്ക് ഞാൻ കേൾക്കാതെ പോയി. ഒരു പക്ഷേ എനിക്ക് കട്രീന വൈറസ് ഉണ്ടോന്ന് സംശയമുണ്ട്. കരഞ്ഞുകൊണ്ട് അമ്മായിയമ്മയോട് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഇതൊക്കെ കത്രീന വൈറസിന്റെ ലക്ഷണങ്ങളാണെന്ന്. അതുകൊണ്ട് പേടിക്കണ്ട. സാധാരണ പനിക്കും ഈ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മൾ പേടിച്ച് ഇപ്പൊ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയാലുണ്ടല്ലോ ആകെ തകരാറിലാകും. ഇതുവരെ നമ്മുടെ നാട്ടില് 1 ലക്ഷം ടെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. പിന്നെ കുറച്ചധികം 15 ലക്ഷം ടെസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയത്ത് 130 കോടി ജനങ്ങൾക്കിടയിൽ ചുമയ്ക്കും പനിക്കും ഒക്കെ വേണ്ടി ടെസ്റ്റിന് പോയാല് ഇതിനേലും വലിയ മണ്ടത്തരം വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് കത്രീന വൈറസ് ആണോ അല്ലെങ്കിൽ സാധാരണ പനിയാണോ അത് നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നും മിണ്ടാതെ വിമല അത് കേട്ടിരുന്നു. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന അമ്മേ? 1-ാം ദിവസം മുതൽ 3-ാമത്തെ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാ പിന്നെ 3-ാമത്തെ ദിവസം മുതൽ 14-ാമത്തെ ദിവസത്തിനുള്ളിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. തളർച്ച കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ പിന്നെ ഈ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. വിഷമിക്കാതിരിക്കുക. എനിക്ക് വിഷമാവുന്നുണ്ട് അമ്മേ, എനിക്ക് പേടിയാവുന്നു. കരയാതിരിക്കുക. ഇനി നിനക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒരു മാജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ശരി എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. വിമലയ്ക്ക് സാധാരണ പനിയായിരുന്നു. 3 ദിവസത്തിൽ അത് കുറഞ്ഞു. 3-ാമത്തെ ദിവസം അവൾ മുറിയിൽ നിന്നും പുറത്തു വന്ന്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതെ അമ്മേ, അമ്മ പറഞ്ഞതല്ലേ അമ്മയുടെ അടുത്ത് എന്ത് മാജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. അതെന്താന്ന് എന്നോടൊന്ന് പറയാമോ? എങ്കിൽ എനിക്ക് കത്രീന വൈറസിൽ നിന്നും രക്ഷപ്പെടാൻ ആദ്യമേ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാലോ. എന്നാ ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക. ഈ കത്രീന വൈറസിൽ നിന്നും രക്ഷപ്പെടാൻ ആകെ ഒരു മാർഗേ ഉള്ളൂ. അതായത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്, കൈ കഴുകി വൃത്തിയാക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം, തുമ്മുന്ന സമയത്തൊക്കെ കർച്ചീഫ് യൂസ് ചെയ്യണം. ഇതാണ് മാജിക്കൽ ട്രീറ്റ്മെന്റ്. അമ്മായിയമ്മ പറഞ്ഞു. അത് കേട്ടു നിന്ന് വിമല പറഞ്ഞു, ശരി അമ്മേ, അമ്മ ഇനി പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. അന്ന് തൊട്ട് അമ്മായിയമ്മ പറഞ്ഞതനുസരിച്ച് കട്രീന വൈറസിൽ നിന്നും രക്ഷ നേടാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു തുടങ്ങി. ദാദാ ടിവി
ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.